ഏറ്റവും ആദരവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ പരിപാലനമായ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലാണ് ഞാനും നിങ്ങളൊക്കെ നിലകൊള്ളുന്നത്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റുകൾ ചെയ്യുന്നവർ ആണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. കാലാകാലം ആ തെറ്റും കുറ്റവും പേറി നടക്കേണ്ടവരല്ല. പ്രിയമുള്ള സഹോദരന്മാർ, മുഅ്മിനീങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, പാപഭാരവുമേറി 11 മാസം നടന്നു നീങ്ങുന്ന നമുക്ക് ആ ഭാണ്ഡക്കെട്ടുകളൊക്കെ താഴ്ത്തി വെക്കാൻ, അതൊക്കെ ഒന്ന് വെച്ച് സ്വതന്ത്രനായി മാറാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് നിശ്ചയിച്ച പവിത്രമായ മാസമാണ് റമദാൻ. പ്രത്യേകിച്ച് പാപങ്ങൾ കഴുകിക്കളയാനും പാപങ്ങൾ പൊറുപ്പിക്കാനും ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് റമദാൻ. പ്രത്യേകിച്ച് ഈ മഗ്ഫിറത്തിന്റെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ മുഴുവൻ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണം. ആരോടാ പറയുന്നത്? അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലാഹുവിലും റസൂലിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച യഥാർത്ഥ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളോടായി അല്ലാഹു പറയുന്നു, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. എന്തിനാണ്? മനുഷ്യരാകുന്ന നാം തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയാലും ഇല്ലെങ്കിലും യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവന് ഒന്ന് ഏറാനും ഒന്നും ചുരുങ്ങാനും ഇല്ല. മറിച്ച് തൗബ ചെയ്ത് മടങ്ങണം എന്ന് പറഞ്ഞത് ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടിയാണ് എന്ന് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ ഖുർആനികമായ ഈ വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ മാതൃക തന്നെ എടുത്തു പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണേ. എത്ര വലിയ കരുണയോടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് ലോകരോട് പറയുന്നത്, മാനവമർത്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഖേദിച്ചു മടങ്ങണേ, പശ്ചാത്തപിച്ച് മടങ്ങണേ. വസ്തഗ്ഫിറൂ, നിങ്ങളെ പാപങ്ങൾ നിങ്ങൾ പൊറുപ്പിക്കണേ. കാരണം ഫഇന്നീ യതൂബു ഫിൽ യൗമി മിഅത്ത മറ, ഞാനൊരു ദിവസം 100 പ്രാവശ്യം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങൂ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മാതൃകയായി തന്നെ കാണിക്കുകയാണ്. ഞാനൊരു ദിവസം 100 പ്രാവശ്യം പശ്ചാത്തപിച്ച് മടങ്ങലുണ്ട്. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരാണെന്ന് അർത്ഥമില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പും പിമ്പുമുള്ള എല്ലാ പാപങ്ങളും കൊടുക്കപ്പെട്ടവരാണ്. പ്രവാചകന്മാർ മഅ്സൂമികളാണെന്ന് വിശ്വസിക്കേണ്ടവരാണ്. എന്നാൽ മാത്രമേ നമ്മൾ മുസ്ലിം ആവുകയുള്ളൂ, മുഅ്മിനാവുകയുള്ളൂ. മഅ്സൂമികളാണ്, പാപത്തിൽ തൊട്ട് കാക്കപ്പെട്ടവരാണ്, സുരക്ഷിതമാക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, കുറ്റങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, മറിച്ച് ലോകത്തുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിന് മാതൃകയായി ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയ 100 പ്രാവശ്യമെങ്കിലും ഖേദിച്ച് മടങ്ങണം. മുഅ്മിനായ മനുഷ്യ, ഞാനും നിങ്ങളും പലരും പറയാറുണ്ടോ, ഞാൻ എന്ത് തെറ്റാണ് എന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? ഒരു തെറ്റും ഞാൻ ചെയ്യാറില്ലല്ലോ. എന്റെയും നിങ്ങളുടെ ഹൃദയം കൊണ്ട് തെറ്റ് ചെയ്യാറുണ്ടോ? തെറ്റുകൾ ചെയ്യാറുണ്ട്. ചില പാപങ്ങളെല്ലാം മുസ്തഫാകാറുണ്ടോ? ചില പാപങ്ങൾ കൃത്യമായി തന്നെ എപ്പോഴും അതിന്റെ പേരിൽ നിലനിർത്തിയാവുന്നവരാണോ? പാപങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്, പാപങ്ങൾ ആലോചിക്കുന്നവരാണ്. മാത്രമല്ല ദിവസവും കണ്ടുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരാണ്, നാളുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരാണ്, കൈകൊണ്ട് തെറ്റ് ചെയ്യുന്നവരാണ്, കാലുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരാണ്, ഇങ്ങനെ ചെടികൊണ്ട് തെറ്റ് ചെയ്യുന്നവരാണ്. മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും നമ്മുടെ ഓരോ അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യുന്നുണ്ടോ? അവിടുത്തെ കിടപ്പറയിൽ ചെന്നിട്ട് ഓരോ ദിവസവും സ്വന്തം ശരീരത്തോട് വിചാരണ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നത്രയാണ് ശരീരമേ നീ തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് സ്വന്തം റൂമിൽ സൂക്ഷിച്ച ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തെ പോലും ശിക്ഷിച്ച നാരാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് കണ്ടോ? ഞാനും നിങ്ങളും ചെയ്യുന്ന തെറ്റ് എത്ര പൊതിഞ്ഞു വെച്ചാലും മറച്ചു വെച്ചാലും യജമാനായ റബ്ബ് കാണുന്നുണ്ട്. ഈ തെറ്റുകൾ രേഖപ്പെടുത്താൻ എന്റെയും നിങ്ങളെയും വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി എന്ന 2 മലക്കിനെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ടോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നാം തെറ്റ് ചെയ്യാത്തവരാണെന്ന് സ്വയം അഭിമാനിക്കണ്ട. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ فإذا عمل العبد حسنا كتبها بعشر أمثالها. ഒരു മനുഷ്യൻ ഒരു അടിമ നന്മ ചെയ്താൽ 10 നന്മയായി മലക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. وإذا عمل سيئة, ഒരു തെറ്റ് മനുഷ്യൻ ചെയ്താൽ, ഒരു അടിമ ചെയ്താൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. നന്മ ചെയ്യുമ്പോൾ 10 പ്രതിഫലമായി രേഖപ്പെടുത്തി വെക്കുന്നിടത്ത് ഒരു അടിമയായ മനുഷ്യൻ ഒരു തെറ്റെന്ന് ചെയ്താൽ സാഹിബു ശിമാരി അയ്യത്തുബഹാ, ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് ആ തെറ്റിനെ എഴുതാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ വലതുഭാഗത്തിരിക്കുന്ന മലക്ക് ഇടതുഭാഗത്തുള്ള മലക്കിനോട് പറയുന്നു, അല്പം ഒന്ന് ക്ഷമിക്കുക, ഒരു 10 മിനിറ്റ് നിങ്ങൾ ക്ഷമിക്കുക. ഈ മനുഷ്യന് തൗബ ചെയ്യാണെങ്കിൽ വെറുതെ തന്നെ എഴുതേണ്ട കാര്യമില്ലല്ലോ എന്ന് വലതുഭാഗത്തിരിക്കുന്ന മലക്ക് ഇടതുഭാഗത്തിരിക്കുന്ന മലക്കിനോട് പറയുകയാണ്. ആ തെറ്റിൽ നീ അടിമ ഉടനെ തന്നെ തൗബ ചെയ്താൽ ആ മലക്ക് ഒന്നും രേഖപ്പെടുത്തൂല, തെറ്റിനെ അവിടെ രേഖപ്പെടുത്തുകയില്ല. ഇത്രത്തോളം വാത്സല്യമാണ് സഹോദരന്മാരെ നമ്മോട് കാണിക്കുന്നത്. നേരെ മറിച്ച് തൗബ ചെയ്യില്ല എങ്കിൽ ആ തെറ്റിനെ 10 തെറ്റായി എഴുതൂല, ഒരൊറ്റ തെറ്റായി രേഖപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഗൗരവത്തോടെ തന്നെ നമ്മുടെ കാര്യങ്ങൾ കണ്ടറിയണം.
ജീവിതത്തിലുണ്ടാകുന്ന തെറ്റുകൾ നമ്മുടെ ഭാഗത്തുണ്ടായാൽ ഉടനെ പശ്ചാത്തപിച്ച് മടങ്ങണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വളരെ പേടിയോടെ ഭയത്തോടെ ജീവിക്കണേ. ദുനിയാവിൽ രണ്ട് പേടിയില്ല, രണ്ട് നിർഭയത്വമില്ല. ഈ ലോകത്ത് അല്ലാഹുവെ പേടിച്ച് ജീവിച്ചാൽ നാളാഖിറമാകുന്ന ലോകത്ത് പേടിക്കേണ്ടതില്ല. ഈ ലോകത്ത് നിർഭയനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് അവൻ പേടിയുള്ളവനായി മാറുന്നു. ദുനിയാവിൽ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ നാളാഖിറമാകുന്ന ലോകത്ത് അവനെ ഞാൻ അന്ന് നൽകുന്നു, സുരക്ഷ നൽകുന്നു. അവനൊന്നും പേടിക്കേണ്ടതില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി തന്റെ ജാമിഉ സഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹത ജബലി യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ തെറ്റിനെ അവൻ കാണുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഒരു മുഅ്മിനായ മനുഷ്യന് തെറ്റ് സംഭവിക്കാം, പക്ഷേ ആ തെറ്റിനെ അവൻ കാണുന്നത് അവന്റെ തലയുടെ ഭാഗത്തായി വലിയൊരു പാറക്കല്ലിരിക്കുന്നുണ്ട്. അത് എപ്പോഴും എന്റെ തലയിൽ വന്ന് വീഴാൻ ഈ നിലക്ക് പേടിച്ച് കഴിയുന്നവനെ പോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യരിൽ നിന്ന് ഒരു തെറ്റ് സംഭവിക്കുന്നത്. ഏത് സമയവും അതിനെക്കുറിച്ച് പേടിയുള്ളവനാണ് മുഅ്മിനായ മനുഷ്യൻ. നേരെ മറിച്ച് മുഅ്മിനല്ലാത്ത ഫാസിഖായ മുനാഫിഖായവനാണെങ്കിലോ ഫാജിറായ തെമ്മാടി ഫഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാമിൻ മഅഅല അൻഫിഹി. ഒരു മുനാഫിഖായ മനുഷ്യന് ഫാജിർ എന്ന് പറഞ്ഞാൽ തെമ്മാടി എന്നർത്ഥം. അവനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് വന്നാൽ ആ തെറ്റിനെ അവൻ കാണുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, ഹദീസിലെ പ്രയോഗം കണ്ടോ? വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാമിൻ മഅഅല അൻഫിഹി. അവന്റെ മൂക്കിന്റെ മുകളിലൂടെ പാറിപ്പോയ ഈച്ചയെ പോലെയാണ് തെമ്മാടിയായ മനുഷ്യൻ തെറ്റിനെ കാണുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, തെറ്റിനെ ഗൗരവമായി കാണുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും വേണം കേട്ടോ. തങ്ങളോട് ചോദിക്കുന്നു, രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഓ മനുഷ്യ, നിന്റെ നാവ് നീ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. നാവ് എങ്ങോട്ട് വളച്ചാലും പറയും. ഏത് വാക്ക് പറയാനും പ്രയാസമില്ലാത്ത ഒരു സാധനമാണോ അല്ലാഹു തആല നൽകിയിരിക്കുന്ന കുറെ പല്ലുകളാവുന്ന രക്ഷാ കവചങ്ങളുടെ ഉള്ളിൽ അല്ലാഹു സൂക്ഷിച്ചിരിക്കുന്ന നാവെന്ന് പറയുന്നത്? അതിനെ സൂക്ഷിച്ചില്ല എങ്കിൽ നിനക്കൊരിക്കലും രക്ഷയില്ല. രക്ഷ വേണോ? നാവിനെ സൂക്ഷിക്കണം. നീ ചെയ്തുപോയ തെറ്റിന്റെയും കുറ്റങ്ങളുടെയും മേൽ നിനക്കെപ്പോഴും കരച്ചിലുണ്ടാകണം. നീ കരയണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഔഫ് ബിൻ അബ്ദുൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഔഫ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു പറയാണ്, ബലഗനി അന്നഹു ലാ തുസീബു ദുമൂഉൽ ഇൻസാനി മിൻ ഖശിയത്തില്ലാഹി മകാനൻ മിൻ ജസദി ഇല്ലാ ഹറമല്ലാഹു തആല ദാലികൽ മകാന അലന്നാർ. അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് കരയുന്ന നിന്റെ കണ്ണുനീർ ബാഷ്പങ്ങളുണ്ടല്ലോ, അത് നിനക്ക് വലിയ ഗുണമാണ്.
അത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ ആ കണ്ണുനീർ ബാഷ്പങ്ങൾ ഒഴുകിയിരുന്നതോ ആ ശരീരം മുഴുവനും ഹറമല്ലാഹു തആല ദാലികൽ മകാന അലന്നാർ അല്ലാഹു ആ സ്ഥലം നരകത്തിൽ തൊട്ട് നിഷിദ്ധമാക്കുന്നു. അതുകൊണ്ടാണ് കരയണമെന്ന് പറഞ്ഞത്. അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് സയ്യിദുൽ വജൂദ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സഹോദരന്മാരെ, കരയാതെ രക്ഷയില്ല. കരഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നാളെ എന്റെയും നിങ്ങളുടെയും കരച്ചില് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നരകത്തിൽ കിടന്ന നരകത്തിൽ കിടന്ന നിലവിളിയാ കഴുതയുടെ ഗുരുപോലെ അട്ടഹാസങ്ങളും അതുപോലെ തന്നെ അവന്റെ വിളിയാളുകളും കബറിന്റെ ഉള്ളിലാകോ നരകത്തിന്റെ ഉള്ളിൽ വിളിയേക്കോ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോ റബ്ബിനോട് രണ്ട് കരങ്ങളും ഉയർത്തി കരയണേ സഹോദരാ. അബ്ദുല്ലാഹിബ്നു തങ്ങൾ പറയാണ്, കാലയഹ്യ സക്കരിയ അലൈഹിസ്സലാം യബ്കി നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം കരയുന്നവരായിരുന്നു. പ്രവാചകനായിട്ട് പോലും യജമാനായ റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് കരയുന്നവരായിരുന്നു. സർവ പ്രവാചകന്മാരും കരയുന്നവരാണ്. ആ കവിൾത്തടത്തിൽ നിന്ന് മാംസങ്ങൾ കരച്ചെടുക്കാനായി ഉതിർന്നു വീണിട്ട് രണ്ട് ഭാഗത്തെയും അണപ്പല്ലുകൾ പോലും കാണാൻ പറ്റുന്ന തരത്തില് മാംസം ഉതിർന്ന് വീണുപോയി എന്ന് മഹാനായ സഹാബിയായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്. സഹോദരന്മാരെ, ഈ നിരക്ക് കരഞ്ഞവരാണ് പ്രവാചകന്മാരുടെ കരച്ചിലിനെ കുറിച്ച് പരമാവധികളും കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അവരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ അല്ലാഹുവിനെ വല്ലാതെ പേടിച്ച് കരഞ്ഞവരാണ്. എനിക്കും നിങ്ങൾക്കും അല്ലാഹു കരഞ്ഞുകൊണ്ട് സർവ്വപാപങ്ങളും പൊറുപ്പിക്കാൻ പര്യാപ്തമായ അനുകൂലമായ ഒരു സമയം തന്നിരിക്കുമ്പോൾ ഇനി ഇതുപോലെ റമളാനിൽ മഗ്ഫിറത്തിന്റെ പറ്റില് എനിക്കും നിങ്ങൾക്കും സംഗമിക്കാൻ സാധ്യമാണോ? ഓർത്തുകൊണ്ട് ജീവിക്കുക. നാം ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഓർത്ത് കരയാനും അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങാനും അവന്റെ തായ്ബീങ്ങളായ അടിമയായി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനുൽ ശരീഫിൽ നാം ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും പൊറുപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ ഏറ്റവും മുഖറബീങ്ങളായ അടിമകളായി മാറാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് പറയാൻ, നല്ലത് പ്രവർത്തിക്കാൻ, നല്ലതിലേക്കും നടന്നു നീങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ശുആഉ ബദാലിൽ ഹാശിമി ബിതൈബതി فساقا إليها الجن والإنس والوحشاء شفاء كل عاس في يديك وإنني مريض من العصيان مضطجع العشاء صلاة وتسليم وأزكى تحيتي على المصطفى المختار
البرية. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. أرحم الراحمين مالك الملوك ذو الجلال والإكرام يا الله. പരിശുദ്ധ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ 10ന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി റഹ്മാനേ നിന്റെ മസ്ജിദിൽ നിന്നും നിന്റെ ദർബാറിലേക്ക് നീട്ടിയ കരങ്ങൾ നീ തട്ടല്ലേ റഹ്മാനേ. തറാവീഹ് നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് അല്ലാഹുവേ നിന്റെ ഇൽമ കേൾക്കാൻ വേണ്ടി മസ്ജിദിൽ ഒരുമിച്ചോടിയ ഈ ഞങ്ങളാരെയും അല്ലാഹുവേ ഖൈബായി മടക്കല്ലേ റഹ്മാനേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിനായി ഞങ്ങൾക്കെല്ലാം നീ ഒരിടം അനുവദിച്ചു തരണേ റഹ്മാനേ. പരിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗ്ഗം നീ അനുവദിക്കണേ അല്ലാഹ്. അർഹമുർ-റഹീമായ മാലികുൽ മുലൂക്കായ റബ്ബേ, പരിശുദ്ധമായ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ 10 റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ മഹാപാപികളാണ് റഹ്മാനേ, മഹാദോഷികളാണ് അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. എണ്ണിയാലൊടുങ്ങാത്ത തെറ്റുകളും കുറ്റങ്ങളും ചെയ്തവരാണ്, മണത്തരികൾക്ക് സമാനമായ തെറ്റുകൾ ചെയ്തവരാണ് റഹ്മാനേ. അല്ലാഹുവേ മുഴുവനും നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വന്ധ്യരായ മാതാപിതാക്കൾക്ക്, ഉസ്താദന്മാർക്ക്, മശായിഖ്, അല്ലാഹുവേ ഭാര്യമാര്, മക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുടുംബങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഗുണകാംക്ഷികൾ, മിത്രാദികൾ, അയൽവാസികൾ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധ മസ്ജിദിന്റെ നവീകരണത്തിൽ സഹായിച്ചവർ, ബക്കാവിന്റെ നവീകരണത്തിൽ സഹായിച്ചവർ, ഇസ്ലാം മദ്രസയെ സഹായിച്ചവർ, അല്ലാഹുവേ പാവങ്ങളെ സഹായിച്ചവർ, സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവേ ഇഫ്താറിന് വേണ്ടി സഹായിക്കുന്നവർ, റമളാനിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ സഹായിച്ചവരാളും സഹായിക്കാൻ നേരിട്ടുള്ളവർ, ഭക്ഷണം പാചകം ചെയ്യുന്നവർ, അല്ലാഹുവേ നോമ്പുകാർക്ക് ഭക്ഷണങ്ങളും എല്ലാവിധ സ്ഥാനങ്ങൾ കൃത്യമായി കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്ന വിളമ്പുന്ന സഹോദരന്മാർ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. വിശുദ്ധ റമളാനിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്, പാപമോചനം നൽകണേ അല്ലാഹ്. തൗബ സ്വീകരിച്ചവരായി ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെല്ലാം പാപമുക്തരാക്കണേ റഹ്മാനേ. പാപികളായി നിന്നെ സമീപിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മുഴുവൻ പാപങ്ങളും പൊറുപ്പിച്ച് അബ്ബേന്റെ മുസ്തഗ്ഫിരീങ്ങളായി, തവ്വാബീങ്ങളായി, മുത്തഖീങ്ങളായി നിന്നിലേക്ക് വരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഈ ശബ്ദം കേട്ടുകൊണ്ട് ആമീൻ പറയുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട് റബ്ബേ, സാലിഹാത്തുകളാക്കണേ അല്ലാഹ്, പതിവ്രതകളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഭർത്താക്കന്മാരുടെ പൊരുത്തം കിട്ടിയ യഥാർത്ഥ സാലിഹാത്തുകളായ ഭാര്യമാരാക്കണേ റഹ്മാനേ. റഹീമായ അല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറും മുറാഫഖത്തും ഉറക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവരോടൊപ്പം അല്ലാഹുവേ ഉമ്മമാർക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹുവേ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അദ്ദുറമുന്ന മുഅ്മിനീങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഖബറുകൾ സ്വർഗ്ഗീയ ആരാമമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖബറുകളിൽ ഖിയാമത്ത് നാൾ വരെ നിന്റെ നൂറാനിയത്ത് കൊണ്ട് നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇന്ന് ഇഫ്താറിലേറ്റ സഹോദരന് ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും വാഹിദിയാക്കി കൊടുക്കണേ റഹ്മാനേ.
അല്ലാഹുവേ ക്യാൻസർ പേഷ്യന്റായി കഴിയുന്ന വടക്കന്നീയ സഹോദരനായ നവാസ് അല്ലാഹുവേ ഇന്നവിടെ അല്ലാഹുവേ പഴക്കോടുകാർക്ക് നൽകിയിട്ടുണ്ട് ആ സഹോദരന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനേ അജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ് ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ നാട്ടിൽ അത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ട് അല്ലാഹുവേ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന പലരും രോഗികളായി വീട്ടിലാണ് എല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ലാഹ് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് റബ്ബേ എത്രയും പെട്ടെന്ന് അജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ് ബഹുമാനപ്പെട്ട കബീർ മുസ്ലിയാർ അടക്കം റബ്ബേ ആശ്രയിൽപ്പെട്ട് വീട്ടിലായി എത്രയും നേരം സുഖപ്പെട്ട് പള്ളിയിലേക്ക് വരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته